യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ വളരെ സങ്കടകരവും നമ്മൾ ഞെട്ടിപ്പിക്കുന്നതുമായ ഒരു വാർത്തയാണ് രാവിലെ കേട്ടത്. ശ്രീ തിരുവല്ലാനിൽ നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ BJP-യുടെ കൗൺസിലർ എന്നുള്ള നിലയിൽ കൗൺസിലിനകത്ത് നല്ല നിലയിൽ ഇടപെടുന്ന ഒരു കൗൺസിലറായിരുന്നു. പലപ്പോഴും ഒരു നേരെ എതിർപക്ഷത്ത് ഒരു CPM-ന്റെ കൗൺസിലർ എന്നുള്ള നിലയിൽ പലപ്പോഴും നമ്മൾ തമ്മിൽ കൗൺസിലൊക്കെ ഒരുപാട് വാക്കേറ്റമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുകയൊക്കെ ചെയ്താലും വ്യക്തിപരമായ ഒരു ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു കൗൺസിലർ കൂടിയാണ് ശ്രീ തിരുമലാനി. സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വാർത്തയാണ് രാവിലെ കേട്ടത്. അതിന്റെ ഒരു ദുഃഖത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. ഇപ്പോൾ ഇതിന്റെ പിന്നിലുള്ള വസ്തുതയൊക്കെ യഥാർത്ഥത്തിൽ ഇനി അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതാണ്. നമുക്ക് കിട്ടുന്ന പ്രാഥമിക വിവരം അനുസരിച്ച് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതിസന്ധി അദ്ദേഹത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം നേതൃത്വം കൊടുത്തിരുന്ന ബാങ്കുമായി ബന്ധപ്പെട്ടെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. എനിക്ക് വ്യക്തിപരമായി പറയാൻ കഴിയുന്ന കാര്യം അദ്ദേഹം കുറച്ചു നാളുകളായി കൗൺസിലായാലും കോർപ്പറേഷൻ നഗരസഭയിലായാലും അദ്ദേഹം വളരെ ആക്റ്റീവായി ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു കഴിഞ്ഞ 1-2 മാസക്കാലമായി അങ്ങനെ ഒരു ആക്റ്റീവ് അല്ലാത്തൊരു നിലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തിപരമായ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും. ഇപ്പോ ഇത്തരത്തിൽ പുറത്തു വരുന്ന വാർത്തയിൽ അദ്ദേഹത്തിന്റെ പ്രതിസന്ധി മറികടക്കാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള BJP-യോട് സഹായം അഭ്യർത്ഥിച്ചിരുന്നെന്നും അത് ലഭ്യമായില്ലെന്നാണ് പുറത്തു വരുന്നത്. അത് ഏതു തരത്തിലായാലും അദ്ദേഹത്തിന് പോലെ ഒരു പൊതുപ്രവർത്തകന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചത്. അതിന്റെ യഥാർത്ഥ വസ്തുത പുറത്തു വരേണ്ടതുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ നിലവിൽ അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കട്ടെ. അതൊക്കെ അതിന്റെ ഒരു ഭാഗമായി നടക്കണം. നമുക്ക് ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു വാഗ്വാദങ്ങളിലേക്കോ അല്ലെങ്കിൽ തർക്കത്തിലേക്കോ പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇതിന്റെ വസ്തുത പുറത്തു കൊണ്ടുവരണം. അതാണ് എനിക്ക് സുവ്യക്തമായി പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു CPM-നെ സംബന്ധിച്ച് ഞങ്ങൾ എടുക്കുന്ന നിലപാട് അതാണ്. ഇതിന്റെ പിന്നിലുള്ള കാരണവും ആ കാരണക്കാരെയും പുറത്തു കൊണ്ടുവരണം. ഒരു പൊതുപ്രവർത്തകന് ഇത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഇത്. പക്ഷെ ഇപ്പോൾ ഞങ്ങളൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു വാഗ്വേദത്തിനോ തർക്കത്തിനോ അല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഈ ദുഃഖകരമായ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം നടന്നു. ആ ഒരു വാർത്ത നമ്മളെല്ലാം നടുക്കി നമ്മൾ അതിന്റെ മുന്നിൽ നിൽക്കുകയാണ്. അത് ഈ പുറത്തു വരുന്ന വാർത്തകളൊന്നും ശുഭകരമല്ല. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനെ വരെ അദ്ദേഹം നേരിട്ട് കണ്ടു അത് സഹായിക്കണമെന്ന് പറഞ്ഞത്. എന്നിട്ടും അദ്ദേഹത്തിന്റെ ജീവൻ നമുക്ക് നഷ്ടപ്പെടേണ്ടി വന്നത് നമുക്ക് ഒരു പൊതുപ്രവർത്തകർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതായത് ഈ അനിൽ ഭാരവാഹിയായി വലിയശാല ടൂർ സൊസൈറ്റി ഇവിടെയാണ് ഈ സാമ്പത്തിക പ്രശ്നം ഉണ്ടായതെന്നാണ് പറയുന്നത്. ഈ നേരത്തെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതായി വാർത്തകൾ പുറത്ത് വന്നിരുന്നോ? ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളതായി അറിഞ്ഞിരുന്നോ? ഇത്തരം വാർത്തകൾ പലതും അങ്ങനെ പ്രചരിച്ചിരുന്നു. അവിടെ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് അദ്ദേഹം ഉണ്ടെന്നുള്ളത് നമ്മുടെ നഗരസഭയിലായാലും പുറത്തുമില്ല അതൊരു വാർത്ത ഇങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷെ അത് ഇത്തരം വലിയൊരു പ്രതിസന്ധിയിലാണ് അദ്ദേഹം ഉള്ളത്. വ്യക്തിപരമായി അദ്ദേഹത്തെ മാനസികമായി ഇത്രത്തോളം ഇത് ബുദ്ധിമുട്ടിച്ചിരുന്നു എന്നുള്ളതൊക്കെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. 6 കോടിയോളം രൂപയുടെ ഒരു പ്രതിസന്ധി, ഒരു സാമ്പത്തിക പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ BJP ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതുവരെയും നേരത്തെയും പരാതികൾ പറഞ്ഞിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു തരത്തിലുള്ള ഒരു നടപടിയും BJP-യുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെന്നാണോ പറയുന്നത്? അല്ല, അതാണ് നമ്മളിപ്പോ ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് ഇതൊരു രാഷ്ട്രീയ തർക്കത്തിലേക്കല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ എന്തുണ്ടായാലും അദ്ദേഹത്തിന്റെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത അദ്ദേഹം വിശ്വസിച്ച് അദ്ദേഹം ആത്മാർത്ഥമായി പ്രവർത്തിച്ച ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുണ്ട്, BJP-ക്കുണ്ട്. അതവര് ചെയ്തില്ലെങ്കിൽ അത് കടുത്ത അനീതിയാണ് അദ്ദേഹത്തിനോട് കാണിച്ചത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അതിൽ എന്താണ് അദ്ദേഹം സംഭവിച്ചിട്ടുള്ളതെന്നുള്ളത് വിശദീകരിക്കാനുള്ള ബാധ്യത BJP-യുടെ ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും ഉണ്ട്. അവരത് ചെയ്യണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ഇത് ഒരു തരത്തിലൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അദ്ദേഹം അവരെ സമീപിച്ചിട്ടും അദ്ദേഹത്തിന് നീതി കിട്ടിയില്ലെങ്കിൽ ആ അനീതി ഒരിക്കലും പൊറുക്കാവുന്നൊരു കാര്യമല്ല എന്നാണ് എന്റെ നിലപാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.